വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ സ്ഥിരം പോകുന്ന റൂട്ട് തന്നെയാണ്. നിങ്ങളിൽ പലരും എൻ്റെ മുമ്പ് ഉള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ റൂട്ടിൽ ഞാൻ പല പ്രാവശ്യം ഇപ്പോൾ യാത്ര ചെയ്ത് കഴിഞ്ഞു. തൃശ്ശൂർ, എൻ്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്ന് ട്രിച്ചി വരെ പോകുന്ന റൂട്ടാണിത്. ചിലപ്പോൾ ഞാൻ പല റൂട്ടുകൾ എടുക്കാറുണ്ട്. അത് ഇപ്പോൾ ഒരു പുതിയ, നിങ്ങൾ ആ റൂട്ടിലൊക്കെ പോകുന്നവർക്ക് അറിയുണ്ടാവും, ഒരു പുതിയ ഹൈവേ കുറേയേറെ ഭാഗങ്ങൾ പണി കഴിഞ്ഞ് ഓപ്പൺ ആയിട്ടുണ്ട്. ഛത്രപ്പട്ടി എന്ന് പറഞ്ഞിട്ടൊരു ടോൾ പ്ലാസ ഉണ്ട് ആ റൂട്ടിൽ. ആ വഴിയാണ് ഇപ്പോൾ ഞാൻ പോണത്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഒരു 5 മണിക്ക് പുറപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇതിൽ ഞാൻ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, നെൽപ്പാടങ്ങളാണ്. പഴനിക്കടുത്ത് എന്ന് പറഞ്ഞാൽ പൊള്ളാച്ചിയിൽ നിന്ന് ഒട്ടൻചത്രം വരെയുള്ള റൂട്ട് ആണ് ഇത്. അപ്പോൾ പഴനിക്കടുത്തുള്ള നെൽപ്പാടങ്ങളാണ് ഈ കാണുന്നത്. അത് ഈ പുതിയ ഹൈവേയിൽ, പഴയ ഹൈവേ മടത്തുക്കുളം എന്ന് പറഞ്ഞ സ്ഥലം, ഉടുമൽപേട്ട്, പൊള്ളാച്ചിയിൽ നിന്ന് വിട്ടാൽ ഉടുമൽപേട്ട് മടത്തുക്കുളം വഴിയാണ് പഴനിക്ക്. പഴനിയുടെ ഔട്ടറിൽ കൂടെ ഒരു ബൈപ്പാസ് ഉണ്ട്, അതിലെയാണ് നമ്മൾ ഒടഞ്ചത്രം ഡിണ്ടിയിൽ എത്തുന്നത്. അപ്പോൾ ഇത് പുതിയ റോഡാണ്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് നമ്മൾ വിടുമ്പോൾ കേരളത്തിൽ കൊല്ലങ്കോട് വരെയും നെൽകൃഷിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നെൽകൃഷി തുടങ്ങുന്നത് ഈ പഴനിക്ക് അടുത്തുള്ള സ്ഥലങ്ങളിലാണ്. തമിഴ്നാട്ടിൽ ഈ ഭാഗങ്ങൾ, അതുപോലെ സേലം ആ ഭാഗത്ത് കുറച്ച് നെൽകൃഷി. പിന്നെ കാര്യമായിട്ട് നെൽകൃഷി ഉള്ളത് നിങ്ങളൊക്കെ വെളങ്ങണ്ണി പോകുമ്പോൾ കാണാം. തഞ്ചാവൂരിൽ നിന്ന് വെളങ്ങണ്ണിക്കുള്ള ഇൻ ബിറ്റ്വീൻ ഉള്ള സ്ഥലങ്ങളിൽ മന്നാർഗുഡി എന്നൊക്കെ പറയും. അത് കാവേരി ഡെൽറ്റയുടെ ഭാഗമാണ്. അവിടെയും വളരെ വാസ്റ്റായിട്ടുള്ള ഏരിയാസിൽ നെൽകൃഷിയുണ്ട്. ഇത് നെല്ലിൻ്റെ പല സ്റ്റേജസ്സാണ്. ചിലയിടത്ത് ഒരു വീഡിയോ ക്ലിപ്പിൽ ഇതിൽ നിങ്ങൾക്ക് നെല്ല് വിളഞ്ഞ് കിടക്കണം തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള ഗ്രീൻ പാച്ചുകൾ കാണാൻ നല്ല ഭംഗിയാണ് ശരിക്കും. നമ്മുടെ നാട്ടിൽ മിക്കവാറൊക്കെ ഗ്രീൻ കവേർഡാണ്. ഇവരുടെ അവിടെ തമിഴ്നാട്ടിൽ പല സ്ഥലത്തും ഇതുപോലെ ഡ്രൈ ആണ്. പക്ഷേ അവിടങ്ങളിലൊക്കെ ഇതുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഈ കാണുന്ന കാഴ്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്രയും ഡ്രൈ ആയിട്ട് ഉണങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളോട് തൊട്ട് ചേർന്നുള്ള സ്ഥലത്ത് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം കിട്ടുകയാണെങ്കിൽ, നനച്ചു കൊടുത്താൽ, നനവ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ അവിടെ കൃഷി ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഈ കുന്നുകളൊക്കെ കണ്ടാൽ അറിയാം, മൊട്ടക്കുന്നുകൾ എന്ന് പറയാം. പുതിയ ഹൈവേ ആണ്. അപ്പോൾ ട്രാഫിക് കുറവാണ് ഈ റൂട്ടിൽ. ഛത്രംപട്ടി ടോൾ പ്ലാസ തന്നെ ഇപ്പോൾ ഈ അടുത്താണ് ഓപ്പൺ ആയത്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ആ വഴിക്ക് വരുമ്പോൾ നെൽപ്പാടം കണ്ടിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഇവിടെ കണ്ട കാഴ്ച എന്നെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തി. ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ ഇതിപ്പോൾ ഇവിടെ തെങ്ങ് കാണാൻ നിങ്ങൾക്ക് ഇവിടെ അധികം മറ്റേ കരിമ്പന കാണില്ല. തെങ്ങ്, അതുപോലെ നെൽകൃഷിയുള്ള സ്ഥലങ്ങൾ, അതുപോലെയുള്ള കൃഷികളൊക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ നെൽകൃഷി കണ്ടിട്ടാണ് റോഡിൽ കാറ് സൈഡാക്കി ഇറങ്ങി. ആ വീഡിയോ എടുക്കാനായിട്ട് താഴേക്ക് റോട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങണം. അപ്പോൾ അങ്ങനെ താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് നോക്കുമ്പോഴാണ് ഈ കൃഷിക്ക് നനയ്ക്കാനായിട്ടുള്ള വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു കിണർ കണ്ടു അവിടെ. അത് ഭയങ്കരമായൊരു കാഴ്ചയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഞാൻ പോകുന്നത് ഏപ്രിലാണ്, ഏപ്രിൽ പകുതിയോടെ, വിഷുവിനോടൊക്കെ അടുത്ത് കണ്ടുള്ള ദിവസങ്ങളിൽ. അപ്പോൾ ഇവിടെ 2024 ഇപ്പോൾ ഈ വർഷം കനത്ത ചൂടാണ് കേരളത്തിൽ. തൃശ്ശൂർ, പാലക്കാടൊക്കെ ഭയങ്കരമായ ചൂടാണ്. ആ ചൂടിൽ നിന്നാണ് ഞാനിപ്പോൾ പോണത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു സീനാണ് ഇപ്പോൾ ഞാനിവിടെ കണ്ടത്. ഇത് നമ്മുടെ ആര്യവേപ്പ് പൂട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഈ മരത്തിൻ്റെ ഈ താഴ്ന്ന ചില്ലകളിൽ നിന്ന് ഞാൻ അതിൻ്റെ പൂവ് കുറച്ച് പറിച്ചെടുത്തു. ഒരു പ്രത്യേക മണമുണ്ട് അതിന്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സീൻ എന്ന് പറഞ്ഞാൽ, ഈ വെള്ളം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊതിയാവും ശരിക്കും പറഞ്ഞാൽ. ഇത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളം, ഈ അക്വാമറൈൻ എന്നൊക്കെ പറയും, അങ്ങനത്തെ ഒരു ഗ്രീൻ കളറിലുള്ള വെള്ളം. അപ്പോൾ അതിൽ ആ പാറകൾ തെളിഞ്ഞ് കാണാൻ നിങ്ങൾക്ക് കണ്ട അടിയിലേക്കൊക്കെ കാണാൻ പറ്റാവുന്ന പോലെ അത്രയും ക്ലിയർ ആയിട്ട്. തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു കുളം, ഇത് കുളമല്ല, സോറി, കിണർ ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ പ്രത്യേകത കണ്ടത് ഈ കാണുന്ന ഉറവ് എന്ന് പറയും. തൃശ്ശൂരൊക്കെ വളരെ ലോപിച്ചുകൊണ്ട് ഒറു എന്ന് പറയും. ഇപ്പോൾ വെള്ളം വരുന്നത് കണ്ട. അപ്പോൾ അത്രയും ശക്തമായിട്ട് തന്നെ അടിയിൽ നിന്ന് വരണ്ടാവണം ആ വെള്ളം. ഈ വെള്ളം ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇവിടെയും കനത്ത ചൂടും വേനൽക്കാലം തന്നെയാണ് തമിഴ്നാട്ടിലും. അപ്പോൾ അതവിടെ വലിയ ഹോസ് വെച്ച്
ആ നേരത്തെ കണ്ട പാടത്തേക്ക് ആയിരിക്കണം വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കിണർ, ഇതിൽ വെള്ളം, അതുപോലെ ആ ഉറവ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ണിന് ഭയങ്കര കുളിർമയേകുന്നൊരു കാഴ്ചയായിരുന്നു. അവിടെ ആ തെങ്ങുകളുണ്ട് തൊട്ടടുത്ത് ഈ കിണറിനോട് ചേർന്ന്. നിങ്ങളതിൽ നാളികേരം വീണ് കിടക്കണ കണ്ടിട്ടുണ്ടാവും. പിന്നെ ആ ഒരു വലിയൊരു ആര്യവേപ്പിൻ്റെ മരം. ഈ തണലിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരിക്കാനും ഈ കാഴ്ച കാണാനും ഇതൊരു വളരെ ഭംഗിയുള്ള അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. ഈ ഉറവായിൽ നിന്ന് വെള്ളം ഇത്ര ശക്തമായിട്ട് തന്നെ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇത് വീഡിയോ കണ്ടാൽ അറിയാം. അപ്പോൾ അങ്ങനെ ഒരു ഉറവയുള്ള ഒരു കിണർ കിട്ടുക എന്ന് പറയുന്നത് ഇത് ആരുടെയാണ്, ഇതിൻ്റെ ഓണർ ആരാണെങ്കിൽ അത്രയും ഭാഗ്യവാനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ കാണുന്ന ക്യാമ്പസാണ് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ട്രിച്ചിയോട് ചേർന്നുള്ള ക്യാമ്പസാണ് ഈ കാണുന്നത്. അവരുടെ മതിൽക്കെട്ടാണത്. ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ വീഡിയോ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ചെറിയ കനാൽ പോലെ ഒരു ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചാല് പോലെ. അത് ഈ കാണുന്ന വെള്ളവും അതിൽ ആ പായലും, അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഈ വേനൽക്കാലത്തും ഇങ്ങനെ വെള്ളം അവിടെ അവൈലബിൾ ആണ്. എവിടെ നിന്നാണ് അതിൻ്റെ സോഴ്സ് എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും ആ ചാലിൽ അത്യാവശ്യം വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് ആ പായലോട് കൂടി. അപ്പോൾ ഇത് വലിയൊരു ക്യാമ്പസാണ് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി TAU. അപ്പോൾ TNAU എന്ന് തോന്നുന്നു. എന്തായാലും ഇവരുടെ ക്യാമ്പസ് വളരെ വാസ്റ്റാണ്. കാര്യം നമ്മുടെ തൃശ്ശൂരുള്ള വെള്ളാനിക്കരയുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൻ്റെ അത്ര വരില്ല. അത് 400 ഏക്കറോ മറ്റോ ഉണ്ട് 2 സൈഡിലായിട്ട്. അത്രയും വരുന്നുണ്ടാവില്ല, അത് അറിയില്ല ഇതിൻ്റെ പിന്നിലേക്ക് എന്തോരം ഉണ്ട് എന്നുള്ളത്. എനിവേ ഇതാണ് അവരുടെ TNAU ആണ്, തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ഇതാണ് അവരുടെ മെയിൻ ഗേറ്റ്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പോകുന്ന വഴി ഒന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് മെയിൻ ഗേറ്റിൻ്റെ ആണ് ഇപ്പോൾ ഈ കാണുന്ന ഫുട്ടേജ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇവർ കർഷകർക്ക്, തമിഴ്നാട്ടിലുള്ള കർഷകർക്കുള്ള അഡ്വൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും. അതുപോലെ പലതരം വിത്തുകളും ചെടികളും പ്ലാന്റ്സും എല്ലാം ഇവിടുന്ന് പോണ്ടാവണം. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇത്ര വാസ്റ്റായിട്ട് കൃഷി നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ അതിനുള്ള മെയിൻ ആയിട്ട് അതിനുള്ള ഇൻപുട്സ് കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പറഞ്ഞ TNAU. അത് തിരുച്ചിറപ്പള്ളിയിലുള്ള ക്യാമ്പസാണ്. അപ്പോൾ ഞാൻ പല പ്രാവശ്യത്തിൽ പാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോഴാണ് അതിന് പറ്റിയത്. ഇത് അവരുടെ അഗ്രികൾച്ചറൽ ഇൻക്യുബേഷൻ സെൻറ്ററും കൂടി ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ വേരിയസ് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ്, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, ഇങ്ങനെ അഗ്രികൾച്ചർ പ്രോഡക്ട്സിൽ നിന്നുള്ള പലതരം വാല്യൂ ആഡഡ് പ്രോഡക്ട്സൊക്കെ ഇവിടെ ചെയ്ത് നോക്കാനുള്ള സൗകര്യം, അതാണല്ലോ ഇൻക്യുബേഷൻ സെൻറ്ററിൽ. അങ്ങനെയുള്ള സൗകര്യങ്ങളും കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ടാവണം. അപ്പോൾ അത് കൂടി ഇൻക്ലൂഡഡ് ആണ് ഇപ്പോൾ ഈ ക്യാമ്പസിൻ്റെ അകത്ത്. അങ്ങനെ ഇത് അവരുടെ ഒരു കളർ തീമാന്ന് തോന്നുന്നു. അവരുടെ ക്യാമ്പസിന് മൊത്തം ഈ ഒരു ചെങ്കല്ലിൻ്റെ പോലത്തെ ഒരു കളറും ആ ഒരു ഐവറി കളറിലാണ് ക്യാമ്പസ് ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ബിൽഡിങ്സ് ഒന്നും പോരാ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെള്ളാനിക്കരയുള്ള ക്യാമ്പസ് ഈസ് വെരി ഗുഡ്. ലാൻഡ്സ്കേപ്പിങ്ങും അതിൻ്റെ അകത്തുള്ള ബിൽഡിങ്സിൻ്റെ തന്നെ ആർക്കിടെക്ചറും ഒക്കെ വളരെ റൈറ്റ് ഫ്രം ദ എൻട്രൻസിൽ നിന്ന് തന്നെ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് കുറച്ച് പഴക്കമുള്ളൊരു ക്യാമ്പസ് ആയിരിക്കണം അതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഇത് കണ്ടിട്ട്. അപ്പോൾ ഈ മുരിങ്ങയുടെ ഒരു തോട്ടാണിത്. മുരിങ്ങ ഭയങ്കരമായിട്ട് കൃഷിയുണ്ട് തമിഴ്നാട്ടിൽ. അവർ മുരിങ്ങ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അധികം മുരിങ്ങയിൽ നിന്നുള്ള വരുമാനം നേടേണ്ടത് തമിഴ്നാട്ടിലായിരിക്കണം. അപ്പോൾ ഇത് ചെടി മുരിങ്ങ എന്നൊക്കെ പറയും. പൂട്ട് നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊന്നും ഉള്ള, നമ്മുടെ അവിടെ ആ പണ്ട് കാലത്തുള്ള പോലെയുള്ള വലിയ മരങ്ങളാണ്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ വരി വരിയായിട്ട് എന്ത് ഭംഗിയായിട്ട് അവർ നട്ടിട്ടുള്ളത്. മാത്രമല്ല കൊല്ല കുത്തിയിട്ട് പൂക്കളുണ്ട്. ഇതുമേ പൂക്കളിൽ തേനീച്ച വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്ന നോട്ടക്കാരനോട് ചോദിച്ചു. ഇപ്പോൾ ആള് തൃശ്ശൂരൊക്കെ കേരളത്തിൽ മൊത്തം വന്ന് പണികൾക്കായിട്ട് വന്നിട്ടുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ ആൾക്ക് നമ്മൾ മലയാളം പറയണത് അറിയാം, പക്ഷേ തമിഴിലാണ് റിപ്ലൈ ചെയ്യുന്നത്. തമിഴ് പറയണത് എനിക്ക് മനസ്സിലാവണമുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞത് ഇവിടെ നിന്ന് ഈ മുരിങ്ങക്കായ മാത്രമാണ് ഇവർ എടുത്ത് ഇവിടെ ലോക്കൽ മാർക്കറ്റിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അല്ല, ബോംബെ, ഡൽഹി, കൽക്കട്ട അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യണതെന്നാണ് പറഞ്ഞത്. വേറെ ഇവിടെ ഇപ്പോൾ പെട്ടി വെച്ച് പലരും ചെയ്യുന്നത് മുരിങ്ങയുടെ തേനെടുക്കുന്നുണ്ട്. പിന്നെ മുരിങ്ങയുടെ ഇലയും അതുപോലെ ഉണക്കി അതിൻ്റെ പൗഡറാക്കി എക്സ്പോർട്ടും
അതുപോലെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ സെയിലുണ്ട്. പക്ഷേ ഇവർ ഇതൊന്നും ചെയ്യുന്നില്ല. മുരിങ്ങക്കായ മാത്രമാണ് ഇവരുടെ സോൾ ഫോക്കസിങ്. അപ്പോൾ മുരിങ്ങക്കായ ഉണ്ടാവുന്നത് മൂത്ത് കഴിയുമ്പോൾ പൊട്ടിച്ച് ഇതുപോലെ കയറ്റി വിടുകയാണ് ചെയ്യുന്നത് അതർ സ്റ്റേറ്റ്സ്. അപ്പോൾ ഇത് 2 ഏക്കറോളം സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത്. നല്ല ഭംഗിയായിട്ട് വാരം കോരി മുരിങ്ങകൾ നട്ടുണ്ട്. ഇത് വിത്തിൽ നിന്നാണ് മുരിങ്ങ. ഞാൻ ഇൻഫാക്റ്റ് ഇതിൻ്റെ അടുത്തുള്ള ഒരു നഴ്സറിയിൽ നിന്ന് 2 ചെടി മുരിങ്ങ മേടിച്ചിട്ട് വരുന്ന വഴിയാണ് ഈ നഴ്സറി കാണുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇറങ്ങി ഇവരോട് ചോദിച്ചു ഇതിൻ്റെ വിത്ത് കിട്ടാണ്ടോന്നു. അപ്പോൾ വിത്ത് അവരുടെ കയ്യിൽ ഇല്ല. എല്ലാം അവർ വിത്ത് പാവി നട്ടുമുളപ്പിച്ച ചെടികളാണിത്. അപ്പോൾ അങ്ങനെ ഞാൻ ആ വീഡിയോ എടുത്ത് അവിടെ നിന്ന് പോന്നു. അപ്പോൾ തമിഴ്നാട്ടിൽ നിങ്ങൾ പോയിട്ടുള്ളവർക്കൊക്കെ അറിയുണ്ടാവും, കണ്ടമാനം ഏരിയയിൽ അവർ ഈ ഹൈറ്റ് കുറഞ്ഞ ഈ ചെടിമുരിങ്ങ വെച്ച് കൃഷി ചെയ്ത് ഇതുപോലെയുള്ള പലതരം പ്രോഡക്ട്സായിട്ട് എന്ന് പറഞ്ഞാൽ മുരിങ്ങക്കായ അല്ലാതെ മുരിങ്ങയുടെ ഇലയായിട്ടും ഉണക്കിയിട്ടും ഉണക്കി പൊടിച്ചും ക്യാപ്സൂളായും അതുപോലെ ഈ പറഞ്ഞ പൂക്കളിൽ നിന്നുള്ള തേൻ അങ്ങനെയുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, അതുപോലെ ഇതിൻ്റെ എസെൻഷ്യൽ ഓയിലും എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ഈ മുരിങ്ങയുടെ കുരുവിൻ്റെ. അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ്, വളരെ ഡിമാൻഡുള്ള സാധനങ്ങളുമാണ്. അപ്പോൾ അത് മുരിങ്ങയായിരുന്നു, മുരിങ്ങാത്തോട്ടം. ഈ കാണുന്നത് ഒരു പപ്പായ തോട്ടം. അപ്പോൾ ഇതൊക്കെ ഈ ബിറ്റ്വീൻ ഒട്ടൻചത്രം ആൻഡ് പൊള്ളാച്ചിക്കും ഇടയിലാണ് ഈ കാണുന്ന കൃഷികൾ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് റെഡ് ലേഡി ആയിരിക്കാം, ഉയരം കുറഞ്ഞൊരു വെറൈറ്റി പപ്പായയാണ്. ഇഷ്ടംപോലെ പപ്പക്കായ ഉള്ളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പുറത്ത് ചിലതുമ്മ പപ്പക്കായ അധികം കാണുന്നില്ല, പക്ഷേ ഒരു അത്യാവശ്യം നല്ലൊരു ഏരിയയിൽ തന്നെ ഈ പപ്പക്കായ അവർ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ പപ്പക്കായ എന്ന് ഇവിടെ തൃശ്ശൂർ ഞാൻ എൻ്റെ സ്ലാങ്ങാണ് പറയണത്. ഓമക്കായ, ഓമയ്ക്ക, പപ്പക്കായ, പപ്പായ അങ്ങനെ പലതരം പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ തൃശ്ശൂർ ഞങ്ങൾ പപ്പക്കായ എന്ന് പറയും, പച്ചയ്ക്ക് ഇംഗ്ലീഷിൽ പപ്പായ എന്ന് പറയണു. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ പപ്പായ കൃഷി വീഡിയോ എടുക്കാനും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് സൗകര്യത്തിന് ഇതായി പുതിയ ഹൈവേയിലാണ്, അതിൻ്റെ സർവീസ് റോഡിൽ വളരെ സൗകര്യമായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. നല്ലൊരു തോട്ടം. ഇപ്പം നമ്മുടെ നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ തൃശ്ശൂരൊക്കെ പല സ്ഥലങ്ങളിലും ഈ പഴനിക്ക് അടുത്താണ് ഈ ഞാൻ പറഞ്ഞില്ല ഒടഞ്ചത്രം പഴനിക്കൊക്കെ ഉള്ള ആ ഭാഗത്താണ് ഈ കൃഷികൾ. അപ്പോൾ പേരക്കായ പഴനി നിന്നാണ് വരുന്നത്. അയക്കുടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലാണ് അധികം പേരത്തോട്ടങ്ങൾ. അപ്പോൾ പേരക്കായ വരുന്നുണ്ട് ഇവിടെ സീസണിൽ മിക്കവാറും. അതിൻ്റെ ഒപ്പം ചില സമയത്ത് ഈ പപ്പായയും ഉണ്ട്. പിന്നെ നമ്മുടെ സപ്പോട്ട, മാങ്ങ, ഇപ്പോൾ സപ്പോട്ടയും മാങ്ങയും കൂടി കാണുന്നുണ്ട് വരയിൽ. പിന്നെ ചില സമയത്ത് ഞാവൽപ്പഴം കാണും. പക്ഷേ ഞാവൽപ്പഴം ഞാൻ ചോദിച്ചപ്പോൾ ആന്ധ്രയിൽ നിന്നാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. തമിഴ്നാട്ടിലെ കൃഷിയല്ല അത് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇത്തരം ഫ്രൂട്ട്സൊക്കെ ഇപ്പോൾ അവരിവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുകയാണ്. തൃശ്ശൂർ എൻ്റെ വീടിൻ്റെ അടുത്ത് 2-3 ലൊക്കേഷനിൽ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ സിറ്റിയിൽ തന്നെ 2-3 ലൊക്കേഷൻ മെയിൻ റോഡുകളിലൊക്കെ, ഇപ്പോൾ തൃശ്ശൂർ ടു എറണാകുളം റോഡിൽ, അതുപോലെ തൃശ്ശൂർ ടു പാലക്കാട് റോഡിൽ, അപ്പോൾ തൃശ്ശൂരിനോട് ചേർന്ന് സിറ്റിയോട് ചേർന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു പേരക്കായ ഡെയിലി കൊണ്ടുവച്ച് വിൽക്കുന്നുണ്ട്. അത് വരുന്നത് അധികം ഈ പഴനിക്കടുത്ത് ആയക്കുടി, പുതുവായക്കുടി, പഴയ ആയക്കുടി, അങ്ങനെ 2 സ്ഥലങ്ങളിലാണ് പേരത്തോട്ടങ്ങൾ അധികം ഉള്ളത്. നിങ്ങൾ ആ റൂട്ടിൽ പോയവരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് കൃഷി വിശേഷങ്ങൾ തമിഴ്നാട്ടിലെ.